ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട. മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇനി ഓർമ്മ. സംസ്കാരം യമുന തീരത്തെ നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ നിഗംബോധ് ഘട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വിലാപയാത്രയായാണ് നിഗംബോധ് ഘട്ടിലെത്തിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മൃതദേഹത്തെ അനുഗമിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ നിഗംബോധ് ഘട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായല്ലോ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ സ്മൃതി മണ്ഡപം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, സ്മൃതി മണ്ഡപം നിർമ്മിക്കുന്നതിൽ ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു വിവാദം നേരത്തെ ഉണ്ടായല്ലോ, അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ, അങ്ങനെ ഒരു ചരിത്രം അവിടെ അവസാനിക്കുകയാണ്. ഒരു ചരിത്ര പുരുഷൻ്റെ വിടവാങ്ങൽ ഇന്നിപ്പോൾ ഉണ്ടാകുന്നു. അദ്ദേഹം ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ വസതിയായ മോത്തിലാൽ നെഹ്റു മാർഗിൽ നിന്ന് AICC ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. AICC ആസ്ഥാനത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ചേർന്നാണ് ഗേറ്റ് വരെ എത്തി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹത്തെ അകത്തേക്ക് സ്വീകരിച്ച് കൊണ്ടുപോയത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, പ്രിയങ്ക ഗാന്ധി, അങ്ങനെ എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ നേതാക്കൾ ഉണ്ടായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് അദ്ദേഹത്തെ അവസാനമായി കാണാൻ കഴിയാത്തവരൊക്കെ തന്നെ ഇന്ന് പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തി. പക്ഷേ അവിടെ അധിക സമയം ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് അരമണിക്കൂർ മാത്രമേ അവിടെ പൊതുദർശനം ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ 1 മണിക്കൂർ വരെ ഉണ്ടാകും എന്നതാണ് അറിയിച്ചിരുന്നത്. നിരവധി പാർട്ടി പ്രവർത്തകരും AICC ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. പിന്നീട് അവിടെ നിന്ന് നിഗംബോധ് ഘട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ഒപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ളവരും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ വിലാപയാത്രയുടെ മുൻപിൽ പോയ വാഹനത്തിലായിരുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഉണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങൾ കൂടി ആ സമയത്ത് ശ്രദ്ധേയമായിരുന്നു. ഏതായാലും സംസ്കാര ചടങ്ങുകൾ പിന്നീട് ആദരമർപ്പിക്കലിന് ശേഷമാണ് നടന്നത്. മതപരമായ സിഖ് മതാചാര പ്രകാരമുള്ള ചടങ്ങുകളാണ് നടന്നത്. അവിടുത്തെ പുരോഹിതന്മാരുടെ പ്രാർത്ഥനകളടക്കം നടന്നു. പിന്നീട് സൈന്യത്തിൻ്റെ ഔദ്യോഗിക ബഹുമതി നൽകി. അതിനുശേഷമാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. ഇപ്പോൾ ഏതായാലും ചടങ്ങുകൾ കഴിഞ്ഞു. നേതാക്കളെല്ലാവരും തന്നെ മടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ആ വലിയ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തിൽ എല്ലാവരും നല്ല ഓർമ്മകൾ കൊണ്ട് സ്മരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ ചരിത്രം അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു ദയയായിരിക്കും. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അങ്ങനെ അന്വർത്ഥമായും മാറുകയാണ്. വിജയകുമാർ.